സ്വാഗതം. കാണാത്തതും കേൾക്കാത്തതും. എല്ലാവർക്കും ഉമ്മൻചാണ്ടിയുടെ രാഷ്ട്രീയ ഗുണമാർജിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. എങ്കിലും ചെറുപ്പക്കാരനായ മകൻ ചാണ്ടി ഉമ്മന്റെ രാഷ്ട്രീയ വിവേകമെങ്കിലും ഇല്ലെന്ന് വന്നാലോ? വിവാദം സൃഷ്ടിക്കുന്ന രാഷ്ട്രീയ നേതാക്കൾക്ക് മാത്രമല്ല, ചില സഭാവൃത്തങ്ങൾക്ക് തന്നെയും കേരള സ്റ്റോറി സിനിമയുടെ പ്രദർശനത്തിന് ഇടുക്കി രൂപതയെ എറണാകുളത്തെ ഒരു സഭാവൃത്ത പത്രിക വിമർശിച്ചതിൽ രോഷമല്ല, കട്ടപ്പിടിച്ച ദുഃഖമാണ് തോന്നുക. സിനിമയുടെ പ്രദർശനം രാഷ്ട്രീയമായി ഇഷ്ടപ്പെടുന്നയാളല്ല ചാണ്ടി ഉമ്മൻ എന്ന് ആർക്കും ഊഹിക്കാം. പക്ഷേ സെൻസർ ബോർഡ് അനുമതി നൽകിയ സിനിമ പ്രദർശിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം അംഗീകരിക്കുന്ന രാഷ്ട്രീയ വിവേകം അദ്ദേഹം വെളിപ്പെടുത്തി. ജനങ്ങളാണ് വിധി എഴുതേണ്ടത് എന്ന ചൂണ്ടിക്കാട്ടലോടെ, അതൊരു രാഷ്ട്രീയ നയതന്ത്രമായാൽ കൂടി ഇടുക്കി രൂപതയെ പഴിച്ച KRLCC മുഖപത്രത്തിലെ കുറിപ്പുകാരുടെ വിമർശനത്തിന് എന്താണ് യഥാർത്ഥത്തിൽ പ്രേരകമായത്? തീവ്ര ഹിന്ദുത്വവാദികളെ കുറിച്ചുള്ള ആശങ്കയും മതപീഡന ഭീഷണിയുമോ? ആ ആശങ്ക എല്ലാ ക്രൈസ്തവർക്കുമുണ്ട്. കേരളത്തിന് പുറത്ത് ക്രൈസ്തവർക്ക് നേരെ അക്കൂട്ടരുടെ അതിക്രമങ്ങൾ ഒട്ടും അപൂർവമല്ല. അതുണ്ടായിട്ടുള്ളത് ഇപ്പോൾ മാത്രവുമല്ല, BJP ഭരിക്കുമ്പോഴും അല്ലാത്തപ്പോഴും അവ സംഭവിച്ചു. ഒറീസയിൽ ഗ്രഹാം സ്റ്റേൺസ് കുടുംബത്തോട് ചെയ്ത ക്രൂരതയും ജാംബുവയിൽ സംഭവിച്ചതും കാൻഡമാലിലെ ദുഷ്ടതയും ക്രൈസ്തവർക്ക് മറക്കാൻ കഴിയില്ല. കീഴാളരെ സ്വയം പര്യാപ്തരാക്കാൻ സഹായിക്കുന്നതിലുള്ള പകയാൽ എല്ലാവർക്കും വിദ്യയും വെളിച്ചവും നൽകുന്ന ക്രൈസ്തവ മിഷണറിമാരെ വിദ്വേഷത്തോടെ കടന്നാക്രമിക്കുന്ന തീവ്ര ഹിന്ദുത്വവാദികളുടെ ദുഷ്ടതയും അങ്ങനെ തന്നെ. ആത്മത്യാഗത്തിൻ്റെയും സ്വയം ദാനത്തിൻ്റെയും പരമപ്രതീകമായ കുരിശുരൂപം കാണുമ്പോൾ ചിലർക്ക് വെറിയും വിരളയും പിടിപ്പെടുന്നതിന് പിന്നിൽ കുരിശിന് ഭയക്കുന്ന തിന്മയുടെ പ്രേരണയും ക്രൈസ്തവർക്ക് തിരിച്ചറിയാം. ഇതൊക്കെയും പ്രത്യയശാസ്ത്ര വിദ്വേഷം എന്നതിലുപരി ബന്ധപ്പെട്ട ആളുകളുടെയും സംഘങ്ങളുടെയും സ്വകാര്യ ശത്രുതയും പ്രതികാരവും ആയിരുന്നു എന്നതാണ് വാസ്തവം. പക്ഷേ അത്തരം സംഭവങ്ങൾ ആവർത്തിക്കില്ല എന്ന ഉറപ്പ് ഇപ്പോഴുമില്ല. സമീപകാല അതിക്രമങ്ങളുടെ കാര്യത്തിലും കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരുകളും അത്തരത്തിൽ മാത്രമേ പ്രതികരിച്ചിട്ടുള്ളൂ. ഏറ്റവും ഒടുവിൽ തെലങ്കാനയിലെ മദർ തെരേസ സ്കൂളിൽ ഹനുമാൻ സ്വാമി സംഘക്കാർ നടത്തിയ അതിക്രമവും അതിനുദാഹരണം. മണിപ്പൂരിലെ ഗോത്ര സംഘർഷം ക്രൈസ്തവ ഉന്മൂലനത്തിന് സമാനമായിട്ടും രക്ഷയെത്തിക്കാതെ പോയ സർക്കാരുകളുടെ സമീപനവും അതുപോലെ തന്നെ. അരനൂറ്റാണ്ടോളം രാജ്യം ഭരിച്ച കോൺഗ്രസിനെ തോൽപ്പിച്ചാൽ പോരാ, ഉന്മൂലനം ചെയ്യണമെന്ന സമീപനവും ജനാധിപത്യ ബോധത്തിന് നിരക്കുന്നതല്ലല്ലോ. എങ്കിലും അതൊന്നും കേരള സ്റ്റോറി എന്ന സിനിമ പറയുന്ന വസ്തുത ക്രൈസ്തവരിൽ നിന്ന് മറച്ചു പിടിക്കണമെന്ന് പറയാനുള്ള ന്യായമല്ല. ഹനുമാൻ സ്വാമി സംഘക്കാർ നടത്തിയ കടന്നാക്രമണവും ക്രമാനുഗതമായ മതനശീകരണം ആഗോള ലക്ഷ്യമാക്കിയവരുടെ തന്ത്രത്തോട് തുലനം ചെയ്യാവുന്നതല്ല. സിനിമ കണ്ടതിൻ്റെ മാത്രം പേരിൽ ക്രൈസ്തവർ ഒന്നാകെ ഏതെങ്കിലും ഒരു കക്ഷിക്ക് വോട്ട് ചെയ്യുമെന്നോ ചെയ്യണമെന്നോ രൂപതയുമായി ബന്ധപ്പെട്ട ആരും പറഞ്ഞിട്ടില്ല, പ്രതീക്ഷിച്ചിട്ടുമില്ല. കേരളത്തിലെ സഭാ നേതൃത്വം മൊത്തത്തിലും അങ്ങനെയൊന്നും പരാമർശിച്ചിട്ടില്ല. അങ്ങനെ ഒരു ധാരണ നിമിത്തമാണ് ഇടുക്കി രൂപതയ്ക്കെതിരെ എറണാകുളത്തെ പത്രികയുടെ ആക്ഷേപമെങ്കിൽ സംശയിക്കേണ്ടി വരുന്നത് പത്രിക തയ്യാറാക്കിയവരുടെ വ്യത്യസ്തമായൊരു സമർപ്പിത രാഷ്ട്രീയ മതക്കൂറാണ്. അവരാഗ്രഹിച്ച ആരുടെയോ ജയം സംഭവിക്കണമെന്ന ലാക്കും അതവിടെ നിർത്തിയേക്കു എന്ന് പറഞ്ഞുകൊണ്ടേ ചിലത് വിശദീകരിക്കാനുള്ളൂ. കേരള സ്റ്റോറി ആർക്കു വേണ്ടി വോട്ട് ചോദിക്കുകയല്ല, ക്രൈസ്തവ സമൂഹം നേരിട്ട വലിയ കെണിയുടെ അനുഭവം ഓർമ്മിപ്പിക്കുകയാണ്. വെറും ഓർമ്മപ്പെടുത്തലല്ല, ജാഗ്രതയില്ലാതെ പോയാൽ ഇനിയും അത് ആവർത്തിക്കാമെന്ന മുന്നറിയിപ്പും.
രൂപതയെ കുറ്റപ്പെടുത്തിയവർ സൗകര്യപൂർവ്വം ഒരു കാര്യം പെട്ടെന്ന് അങ്ങ് മറന്നു, അല്ലെങ്കിൽ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടേ ഇല്ലെന്ന് ചിലർക്ക് വേണ്ടി സ്ഥാപിക്കാൻ ശ്രമിക്കുന്നു. 3 വർഷം മുമ്പ് ക്രൈസ്തവ സമൂഹത്തിലെ പെൺകുട്ടികളെ വഴിതെറ്റിച്ച് ദുരന്തത്തിൽപ്പെടുത്തിയിരുന്ന മതപ്രേരിത പ്രണയക്കെണിയുടെ ചരിത്രം, അതിന്റെ പേരിൽ കണ്ണീര് കുടിച്ച കുടുംബങ്ങളുടെ ചരിത്രം, അത് പെട്ടെന്ന് അങ്ങ് സംഭവിച്ചതല്ല. ഒപ്പം മറ്റു ചിലതുകൂടി നടന്നുകൊണ്ടിരുന്നു. തീവ്ര ഇസ്ലാമികവാദികളിൽ ചിലർ ക്രൈസ്തവ വിശ്വാസത്തെ ദുഷിച്ചും കടന്നാക്രമിച്ചും യേശുക്രിസ്തുവിന്റെ ദൈവത്വവും പരിശുദ്ധ ത്രിത്വ വിശ്വാസവും അപഹാസ്യമായി വിമർശിച്ചും ചെറുപ്പക്കാരെ, പ്രത്യേകിച്ച് പെൺകുട്ടികളെ ആശയക്കുഴപ്പത്തിലാക്കിയിരുന്ന പൈശാചിക വേല, അതും വെറും ആശയം കൊണ്ടുള്ള സ്വാധീനിക്കലായിരുന്നില്ല. ദുഷ്ടമന്ത്രങ്ങളും ദുഷ്ട ഉപാധികളും കൂടി ഉപയോഗിച്ചുള്ള തിന്മ, പൊതുസമൂഹത്തിൽ ആർക്കും തുറന്ന് ആരോപിക്കാൻ കഴിയാത്ത ദുഷ്ടമാർഗം അവലംബിച്ചുള്ള ഗൂഢനീക്കം. ഈ അന്തരീക്ഷം മുതലെടുത്ത് പെൺകുട്ടികളെ പ്രണയക്കെണിയിലും ഉറപ്പില്ലാത്ത വിവാഹത്തിന്റെ കുടുക്കിലും പെടുത്തി പിന്നീട് തീവ്രവാദത്തിന്റെ നിലങ്ങളിലേക്ക് കടത്തി നാശത്തിലേക്ക് വീഴ്ത്തുന്ന പ്രവണത തടയപ്പെട്ടത് ക്രൈസ്തവരുടെ ജാഗ്രതയാലാണ്. വധഭീഷണിയുടെ സാധ്യത പോലും അവഗണിച്ച് സമൂഹത്തെ അക്കാര്യം ധരിപ്പിക്കാൻ സന്നദ്ധനായ ആധ്യാത്മിക പിതാവിന്റെ ശുഷ്കാന്തി കൊണ്ടാണ് അത് സംഭവിച്ചത്. തീവ്രവാദ മതഭോഷത്വങ്ങളെയും വിശ്വാസഭോഷ്കിനെയും സമൂഹ മാധ്യമങ്ങളിൽ വ്യക്തമായി തുറന്നു കാട്ടിയ ക്രൈസ്തവ അപ്പോളജിസ്റ്റുകൾ അടക്കം പലരുടെയും സമർപ്പിതവും നിർഭയവുമായ പരിശ്രമങ്ങൾ കൊണ്ടാണ്. ദുഷ്ടമതതന്ത്രങ്ങൾ വിലപോകാത്ത വിധം ക്രൈസ്തവ സമൂഹം ജാഗരൂകമായി കഴിഞ്ഞപ്പോൾ അങ്ങനെയൊരു പ്രശ്നമേ ഇല്ലായിരുന്നു എന്ന മട്ടിൽ രംഗത്തെത്തിയിരിക്കുകയാണ് ചിലർ. അവരും തുറന്നു കാട്ടപ്പെടുക തന്നെ വേണം. കാരണം ശരീരത്തെ മാത്രം കൊല്ലുന്നവരോടല്ല, ചെറുപ്പക്കാരുടെ, പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ ജീവിതം ദുരന്തമാക്കി ആത്മാക്കളെ കൂടി നാശത്തിലേക്ക് വലിച്ചിഴയ്ക്കുന്ന തീവ്ര മതവാദികളോടും തീവ്രവാദികളോടുമാണ് ക്രൈസ്തവ സമൂഹത്തിലെ ജാഗ്രതയുള്ള പോരാളികൾ പൊരുതിയത്. ഇതൊരു വ്യവസ്ഥിത ഗൂഢപ്രവണതയുടെ ഭാഗം തന്നെയെന്ന് കരുതേണ്ട സാഹചര്യവും നിലവിലുണ്ട്. മുഖ്യമായും സീറോ മലബാർ സമൂഹത്തിലെ പെൺകുട്ടികളും അവരുടെ കുടുംബങ്ങളും നേരിട്ട വിപത്തിനെ കുറിച്ച് KCBC ജാഗ്രതാ സമിതി നൽകിയ ഉദ്ബോധനവും മുന്നറിയിപ്പും 3 കത്തോലിക്ക സമൂഹങ്ങളിലെയും പിതാക്കന്മാർ അംഗീകരിച്ച കാര്യം, അത് എറണാകുളത്തെ ചിലർ ഇപ്പോൾ മറന്നുപോയത് യാദൃശികമെന്ന് വരുന്നില്ല. വിദ്വേഷം കൊണ്ടല്ല, വിവേകവും ജ്ഞാനവും കൊണ്ടാണ് ക്രൈസ്തവ സമൂഹം ഈ ചെറുത്തുനിൽപ്പ് നടത്തിയത്. ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനി ഓർമ്മപ്പെടുത്തിയതുപോലെ അറിയാതെ പോലും ക്രൈസ്തവ സമൂഹത്തിനെ അഥവാ മുസ്ലിം സമൂഹത്തോടാകെ അകൽച്ചയോ വിദ്വേഷമോ തോന്നിക്കൂടല്ലോ. ഒരു സമൂഹത്തോടും അത് പാടില്ല. അതുപോലെ എല്ലാവരോടും സ്നേഹമല്ലാതെ പ്രത്യേകിച്ച് ആരോടും മമതാഭാഷ ബന്ധവും പാടില്ലല്ലോ. യേശു ക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യകുലത്തിലെ ആരോടുമുള്ള ഭയവും വെറുപ്പും വിദ്വേഷവും തിരുസഭ ശരിവെക്കുന്നില്ല. മതപരമായ പരനോയ അഥവാ ഭയഭ്രാന്ത് നിലനിർത്തിക്കൊണ്ട് ക്രിസ്തുവിന്റെ ശിഷ്യരെന്ന് അവകാശപ്പെടാനും കഴിയില്ല. ഈ നാട്ടിലെ പരമ്പരാഗത മുസ്ലിം, ക്രൈസ്തവ, ഹൈന്ദവ സമൂഹങ്ങൾ അങ്ങനെ ഒരു അകൽച്ച നേരിട്ടിരുന്നില്ല. ആഗോള മത തീവ്രവാദികളുടെ പണവും പിന്തുണയും പറ്റി ഇവിടേക്ക് ചിലർ കടൽ കടത്തിക്കൊണ്ടുവന്ന മത തീവ്രവാദമാണ് ഇന്നത്തെ അവസ്ഥയുടെ കാരണം. അത് ഇന്നൊരു വസ്തുതയുമാണെന്ന് മാത്രം. അത് ഉയർത്തുന്നത് യേശുവിന് വേണ്ടിയുള്ള ജീവിത സമർപ്പണത്തിന്റെ സാധ്യതയല്ല. കാൻഡമാലിലെയും ഇറാഖിലെയും പോലെ പുതുജീവിന്റെ നാമ്പ് മുളയ്ക്കുന്ന സാധ്യതയല്ല. ആത്മാവിനെ കൂടി നാശത്തിലേക്ക് വലിച്ചിഴയ്ക്കുന്ന ദുഷ്ട സാധ്യതയാണ് സമുദായ തകർച്ചയുടെയും സാധ്യത. അതുകൊണ്ടാണത് എതിർക്കപ്പെടുന്നത്. കേരള സ്റ്റോറി ക്രൈസ്തവരെ ജാഗരൂകമാക്കുന്നത് അതിനെതിരെയാണ്. ക്രൈസ്തവർക്കത് വോട്ടിനു വേണ്ടിയല്ല, ആത്മാക്കളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ്. അത് വേണ്ടെന്ന് പറയാൻ ആർക്കുണ്ട് അവകാശം? അത് ജനങ്ങളെ ഭിന്നിപ്പിക്കുന്നതാണെന്ന് കുറ്റപ്പെടുത്തുന്നവരോടുള്ള മറുപടി തിരുവചനത്തിലുണ്ട്. ദൈവരാജ്യത്തെ പ്രതിയുള്ള
അനിവാര്യമായ ഭിന്നിക്കൽ, വേർപാട് ഒരേ കട്ടിലിൽ നിന്ന് ഒരാൾ എടുക്കപ്പെടുകയും മറ്റൊരാൾ ഉപേക്ഷിക്കപ്പെടത്തക്ക വിധം വഴക്കമില്ലാതെ ജീവിക്കുകയും ചെയ്യുന്ന അവസ്ഥ. ആ ഭിന്നിക്കലിനെ കുറിച്ച് ചിന്തിക്കുന്നതിന് പകരം പക്ഷം ചേർന്ന് കേരളത്തിലെ സഭാ സമൂഹത്തെ ഭിന്നിപ്പിക്കാനുള്ള ഗൂഢ പദ്ധതിക്ക് കൂട്ടുനിൽക്കാൻ സഭാവൃത്തങ്ങളിലെ ആർക്കെങ്കിലും എങ്ങനെ കഴിയും? സന്ദേഹം അനേകരുടേതാണ്. മാനവികതയെക്കുറിച്ച് ഏറെ പറയുന്ന നാസ്തിക ഇടതുപക്ഷവാദികൾ ഈ നിരീശ്വരവാദിയെ കേട്ടോ? ലോകമറിയുന്ന പ്രമുഖ പരിണാമ സിദ്ധാന്തവാദിയായ ബ്രിട്ടീഷ് ജീവശാസ്ത്രജ്ഞൻ റിച്ചാർഡ് ഡോക്കിൻസിനെ, മാനവികതയെ ഗൗനിക്കുകയും മതവിശ്വാസത്തെ തള്ളുകയും ദൈവത്തെ മാറ്റി നിർത്തുകയും ചെയ്യുന്ന ഡോക്കിൻസിനെ, അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ ദുഃഖം എന്തെന്ന് നിങ്ങൾ അറിയുക. അത് യൂറോപ്പിലെ ക്രൈസ്തവ സംസ്കാരം തളരുന്നതിനെ കുറിച്ചാണ്. അതിൽ അദ്ദേഹത്തിന് ആശങ്കയുമുണ്ട്. യൂറോപ്യൻ പര്യടനം കഴിഞ്ഞു വന്ന് യൂറോപ്പിൽ ക്രൈസ്തവ വിശ്വാസം തളരുന്നു എന്ന് വലിയ വെളിപ്പെടുത്തൽ പോലെ യാത്രാ വിവരണം നടത്തുന്ന കമ്മ്യൂണിസ്റ്റ് നേതാക്കളും ശ്രദ്ധിക്കുക. ക്രൈസ്തവികതയുടെ തളർച്ചയെ മഹാകാര്യമെന്ന് പറയുന്ന നിങ്ങൾ അറിയുന്നില്ല. നിങ്ങൾ ഇരിക്കുന്ന കൊമ്പിൽ വരഞ്ഞാണ് നിങ്ങൾ ആഘോഷിക്കുന്നതെന്ന്. നിങ്ങളുടെ സ്വതന്ത്ര ചിന്തയും നിങ്ങൾ അവകാശപ്പെടുന്ന പുരോഗമന ചിന്തയും വളർന്നത് ക്രൈസ്തവഗതിയിൽ സൃഷ്ടമായ സ്വതന്ത്ര സംസ്കാരത്തിലാണെന്ന സത്യം നിങ്ങൾ മനഃപൂർവ്വം മറന്നു കളഞ്ഞു. യൂറോപ്പിൽ ക്രൈസ്തവ സംസ്കാരം തളർന്നാൽ ചിന്താ സ്വാതന്ത്ര്യമില്ലാത്ത മറ്റൊരു മതസംസ്കാരത്തിന്റെ കടന്നുകയറ്റമാകാം അനന്തരഫലമെന്ന ബോധ്യമാണ് റിച്ചാർഡ് ഡോക്കിൻസിന്റെ വാക്കുകളിൽ മുഴങ്ങുന്ന നഷ്ടബോധമെന്ന് നിങ്ങൾ തിരിച്ചറിയുന്നുണ്ടോ? അദ്ദേഹത്തിന് പോലും അങ്ങനെ ഒരു തളർച്ചയെ ആശങ്കയോടെ സങ്കല്പിക്കാൻ കഴിയുന്നുള്ളൂ. കടന്നു കയറുന്ന സംസ്കാരത്തിൽ കമ്മ്യൂണിസം എന്നൊരു വാക്ക് പോലും ഉച്ചരിക്കാൻ സ്വാതന്ത്ര്യമുണ്ടാവില്ലെന്ന ബോധം നാസ്തിക തലച്ചോറുകളിൽ എപ്പോഴെങ്കിലും കടന്നു കയറിയിട്ടുണ്ടോ? ഡോക്കിൻസ് ഇപ്പോഴും ദൈവത്തിൽ വിശ്വസിക്കുന്നില്ല. യേശു ക്രിസ്തു എന്ന ദൈവത്തിലോ ഏതെങ്കിലും ദൈവസങ്കല്പത്തിലോ ആശ്രയിക്കുന്നുമില്ല. പക്ഷേ ചിലതൊക്കെ അദ്ദേഹം ലോകത്തോട് തുറന്നു പറയുന്നു. താനടക്കം മാനവികതാവാദികളും പുരോഗമന ചിന്തകരും വളർന്നു വന്ന യൂറോപ്പ് ക്രൈസ്തവ സംസ്കാരത്തിന്റെ സൃഷ്ടിയാണെന്ന്, താൻ ഒരു സാംസ്കാരിക ക്രൈസ്തവനാണെന്ന്, വിശ്വാസി അല്ലെങ്കിലും താൻ ക്രൈസ്തവ സംസ്കാരത്തിന്റെ അനന്തരാവകാശിയാണെന്ന്, തന്നെ പോലുള്ളവർക്ക് വളരാൻ അവസരം സൃഷ്ടിച്ച ക്രൈസ്തവ സംസ്കാരം തളരുന്നത് യൂറോപ്പിന് വിനാശകരമാണെന്ന്. ബ്രിട്ടൻ മറ്റെന്തൊക്കെ അവകാശപ്പെട്ടാലും അതൊരു ക്രൈസ്തവിക രാജ്യം തന്നെയാണെന്ന്, ആ സംസ്കാരത്തിന്റെ തളർച്ചയിൽ തനിക്ക് നഷ്ടബോധമുണ്ടെന്ന്, ക്രൈസ്തവികതയും ഇസ്ലാമും തമ്മിലൊരു തെരഞ്ഞെടുപ്പ് വേണ്ടി വന്നാൽ താൻ എപ്പോഴും ക്രൈസ്തവികതയെ തെരഞ്ഞെടുക്കുമെന്ന്, ക്രിസ്തുവിന്റെ ദൈവത്വവും ദൈവിക നിയമങ്ങളും മാറ്റി നിർത്തിക്കൊണ്ടുള്ള ക്രൈസ്തവ സാമൂഹിക നിയമങ്ങളാണ് തങ്ങൾ ഉച്ചസ്ഥരം അവകാശപ്പെടുന്ന മാനവികതയുടെ ആണിക്കല്ലെന്ന് ഇവിടുത്തെ ഇടതുപക്ഷ നിർബന്ധ ബുദ്ധികൾ ഓർമ്മിച്ചെങ്കിൽ, യൂറോപ്പ് ക്രൈസ്തവ യൂറോപ്പ് ഉണ്ടായിരുന്നില്ലെങ്കിൽ, ക്രൈസ്തവ പാശ്ചാത്യ ലോകം ഉണ്ടായിരുന്നില്ലെങ്കിൽ, ഇന്ന് അനുഭവിക്കുന്ന ശാസ്ത്ര പുരോഗതി അടക്കം ഒന്നും ഇതുപോലെ ലോകത്തിന് കൈവരുമായിരുന്നില്ല. ആരൊക്കെ എത്ര നിഷേധിച്ചാലും അതാണ് സത്യം. മതവിശ്വാസവും ദൈവവിശ്വാസവും മാറ്റി നിർത്തിയിട്ടും തങ്ങളെ വളർത്തിയത് യൂറോപ്പിൽ വളർന്ന ക്രൈസ്തവ സംസ്കാരമാണെന്ന സത്യമാണ് റിച്ചാർഡ് ഡോക്കിൻസ് തുറന്നു പറഞ്ഞത്. ലോകമാകെ ഏക മതത്തിനു കീഴിൽ വന്നേ തീരൂ എന്ന ദുരാധിപത്യ മതവാദം കൊണ്ടു നടക്കുന്നവരെ ചേർത്ത് പിടിക്കുന്ന രാഷ്ട്രീയ നേതാക്കളോട് വീണ്ടും ഒരു ഓർമ്മപ്പെടുത്തൽ. കത്തോലിക്ക സഭയുടെ മഹാക്രൂരത എന്ന ആക്ഷേപത്തോടെ നിങ്ങൾ വിമർശിക്കുന്ന കുരിശ് യുദ്ധങ്ങൾ എന്ന ക്രൈസ്തവ ചെറുത്തുനിൽപ്പ്, കത്തോലിക്ക സഭയുടെ മഹാക്രൂരത എന്ന ആക്ഷേപത്തോടെ നിങ്ങൾ വിമർശിക്കുന്ന കുരിശ് യുദ്ധങ്ങൾ എന്ന ക്രൈസ്തവ ചെറുത്തുനിൽപ്പ് സംഭവിച്ചിരുന്നില്ലെങ്കിൽ
ഇന്ന് നിങ്ങൾ കാണുന്ന സ്വതന്ത്ര യൂറോപ്പ് ഉണ്ടാകുമായിരുന്നില്ല. നിങ്ങൾ മഹാകാര്യമായി എടുത്തു പറയുന്ന മാനവികതയ്ക്കും പുരോഗമന ചിന്തയ്ക്കും പിറവി നൽകിയ യൂറോപ്പ് മറ്റൊരു വിലക്കപ്പെട്ട ലോകമായി മാറിയേനെ. ലോകത്തെ നയിച്ച പാശ്ചാത്യ സംസ്കാരം എന്നൊന്ന് സങ്കല്പിക്കാൻ പോലും കഴിയുമായിരുന്നില്ല. യഥാർത്ഥ ക്രൈസ്തവികതയെ യൂറോപ്പിലെ ഏതെങ്കിലും സമൂഹം തള്ളിപ്പറയുമ്പോൾ അത് തങ്ങൾക്ക് വിജയവും ക്രൈസ്തവികതയുടെ പരാജയവുമെന്ന് നിങ്ങൾ നിഗളിക്കേണ്ട. കാരണം ആ നഷ്ടം സ്വതന്ത്ര ചിന്തയുടെ സാഹചര്യം മോഹിക്കുന്ന എല്ലാവരുടെയും മഹാനഷ്ടമായിരിക്കും. ഇത് നാസ്തികരോട് മാത്രമുള്ള ഓർമ്മപ്പെടുത്തലല്ല. ക്രൈസ്തവികതയുടെ തളർച്ചയിൽ യൂറോപ്പിലെ നാസ്തികൻ പോലും ആശങ്കപ്പെടുന്നെങ്കിൽ മതാധിപത്യവാദത്തിന്റെ കടന്നുകയറ്റത്തെയും നുഴഞ്ഞുകയറ്റത്തെയും ഇവിടുത്തെ ക്രൈസ്തവരും ജാഗ്രതയോടെ കാണേണ്ടതാണ്. യൂറോപ്യൻ സംസ്കാരത്തിന്റെ തളർച്ച പോലുള്ള ദുരന്തമാകും ഇന്ത്യൻ സംസ്കാരത്തിന്റെയും തളർച്ച എന്നതിൽ സംശയം വേണ്ട. ഇന്ത്യയുടെ സംസ്കാരം ഏതെങ്കിലും മതത്തിന്റെ ആധിപത്യമല്ല. ഹൈന്ദവ ഭൂരിപക്ഷം നിലനിൽക്കെ ഇന്ത്യൻ സമൂഹം മൊത്തത്തിൽ അനുഭവിച്ചു പോരുന്ന സംസ്കാരമാണത്. എന്നാൽ ആ സംസ്കാരത്തിന്റെ മരണമണി മുഴക്കാൻ ശ്രമിക്കുന്നവരുടേതാണ് ഏക മതാധിപത്യ മോഹം. ഇന്നല്ലെങ്കിൽ നാളെ ഭാരതം തങ്ങളുടെ ഭൂരിപക്ഷത്തിനും മതാധിപത്യത്തിനും കീഴിലാകുമെന്ന് പറയുന്നവരുടെ വാക്കുകളെ തീർത്തും പൊട്ടുവാക്കുകളായി കരുതിക്കൂടാ എന്നാണ് ഡോക്കിൻസിന്റെ വിഷാദം നമ്മോടും പറയുന്നത്. കാണാത്തതും കേൾക്കാത്തതും അടുത്ത ആഴ്ച ഇതേ സമയം